नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 85. സുഭദ്രാഹരണവും ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവും. പേജ് നമ്പർ 845. ഭഗവാൻ കൃഷ്ണൻ തങ്ങളെ അനുഗ്രഹിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നതറിഞ്ഞ രാജാ ബഹുലാശ്വനും ശ്രുതദേവ ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പാദപദ്മങ്ങളിൽ വീണു നമസ്കരിച്ച് ആദരിച്ചു. ബദ്ധാഞ്ജലികളായി രാജാവും ബ്രാഹ്മണനും ഏകകാലത്തു തന്നെ ഭഗവാൻ കൃഷ്ണനെയും മഹർഷിമാരെയും ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. ഇരുവരെയും ഒപ്പം സന്തോഷിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ രണ്ടായി വികസിച്ച് ഇരുവരുടെയും ഗൃഹത്തിലേക്ക് പോയി. എന്നാൽ കൃഷ്ണൻ മറ്റേയാളിൻ്റെ ഗൃഹത്തിൽ പോയത് ബ്രാഹ്മണനോ രാജാവോ അറിഞ്ഞതുമില്ല. തൻ്റെ ഗൃഹത്തിൽ മാത്രമാണ് സന്നിഹിതനായിരുന്നതെന്ന് ബ്രാഹ്മണനും രാജാവും കരുതിയപ്പോഴും അവർ ഇരുവരുടെയും വീട്ടിൽ കൂട്ടുകാരും സന്നിഹിതരായിരുന്നുവെന്നത് പരമപുരുഷന്റെ മറ്റൊരൈശ്വര്യമാണ്. ഈ ഐശ്വര്യത്തെ വൈഭവപ്രകാശം എന്നാണ് മതഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇതുപോലെ 16,000 സ്ത്രീകളെ വിവാഹം ചെയ്തപ്പോൾ അദ്ദേഹം തന്നെപ്പോലെ ശക്തിയുള്ള 16,000 രൂപത്തിൽ വികസിച്ചു. പണ്ടു വൃന്ദാവനത്തിൽ വച്ച് കൃഷ്ണന്റെ പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ബ്രഹ്മാവ് മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ കൃഷ്ണൻ അനേകം പശുക്കുട്ടികളായും പശുക്കളായും ഗോപകുമാരന്മാരായും വികാസം കൊണ്ടിട്ടുണ്ട്. വിദേഹ രാജാവായ ബഹുലാശ്വൻ ബുദ്ധിശാലിയും തികഞ്ഞ കുലീനനുമായിരുന്നു. ഇത്രയധികം മഹർഷിമാർ പരമപുരുഷനുമൊത്ത് തൻ്റെ ഗൃഹം സന്ദർശിച്ചതിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഒരു ബദ്ധാത്മാവിന് വിശേഷിച്ചും ലൗകിക കാര്യങ്ങളിൽ നിരതനായിരിക്കുമ്പോൾ തികച്ചും പരിശുദ്ധനാകാൻ ആവില്ലെന്ന് അദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയിരുന്നു. അതേസമയം പരമപുരുഷനും അദ്ദേഹത്തിൻ്റെ നിർമ്മല ഭക്തന്മാരും എന്നും ഭൗതിക മാലിന്യങ്ങൾക്കതീതരാണ്. അതിനാൽ പരമപുരുഷനായ കൃഷ്ണനും മഹർഷിമാരും തൻ്റെ ഗൃഹത്തിലെത്തിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ അഹൈതുകമായ കാരുണ്യത്തിന് നന്ദി പറയുകയും ചെയ്തു. വളരെയധികം കടപ്പാട് തോന്നുകയും കഴിവിൻ്റെ പരമാവധി ഭംഗിയായി അതിഥികളെ സ്വീകരിക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹം വിശേഷപ്പെട്ട ആസനങ്ങൾ സജ്ജമാക്കി. മഹർഷിമാരോടൊപ്പം ഭഗവാൻ സുഖമായി ആസനസ്ഥനാകുകയും ചെയ്തു. ആ സമയത്തു
രാജാ ബഹുലാശ്വന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടല്ല. ഭഗവാനോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പരമാനന്ദം മൂലം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അശ്രുപൂർണങ്ങളായി ദിവ്യാതിഥികളുടെ കാൽ കഴുകിച്ചു. അദ്ദേഹവും കുടുംബാംഗങ്ങളും ആ ജലം തങ്ങളുടെ തലയിൽ തളിച്ചു. തുടർന്ന് അതിഥികൾക്ക് പൂമാലകൾ, പുതുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചന്ദനദ്രവം, ധൂപം, ദീപം, പശുക്കൾ, കാളകൾ എന്നിവയെല്ലാം സമർപ്പിച്ചു. തൻ്റെ രാജകീയ പദവിക്കിണങ്ങും വിധം അദ്ദേഹം അവർ ഓരോരുത്തരെയും പൂജിച്ചു. എല്ലാവർക്കും മൃഷ്ടാന്ന ഭോജനം നൽകി. അങ്ങനെ സുഖമായിരിക്കവേ ബഹുലാശ്വൻ ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിലെത്തി അദ്ദേഹത്തിൻ്റെ പാദപത്മങ്ങൾ സ്വന്തം മടിയിൽ വച്ചു. തലോടിക്കൊണ്ടിരിക്കുമ്പോൾ മധുര ശബ്ദത്തിൽ ഭഗവാന്റെ മഹിമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട ഭഗവാനെ, സകല ജീവാത്മാക്കളുടെയും പരമാത്മാവാണങ്ങ്. ഹൃദയത്തിൽ സാക്ഷിയായി നിന്ന് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശരിക്കും അറിയുന്നു. അങ്ങനെയിരിക്കെ കർമ്മനിരതരാകയാൽ അവിടുത്തെ നിത്യസേവനത്തിൽ നിന്നു വ്യതിചലിക്കാതെ ഒരു സുരക്ഷിത സ്ഥാനത്തു കഴിയാൻ വേണ്ടി ഞങ്ങൾ സദാ അവിടുത്തെ പാദപത്മങ്ങളെ തന്നെ ചിന്തിക്കുന്നു. ഞങ്ങളുടെ നിരന്തരമായ സ്മരണയുടെ ഫലമായി അവിടുന്ന് ദയാപൂർവം അവിടുത്തെ അഹൈതുകമായ കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കാനായി ഞങ്ങളുടെ സ്ഥലം സന്ദർശിച്ചു. അവിടുത്തെ നിത്യദാസിയായ സൗഭാഗ്യദേവതയേക്കാൾ അഥവാ ഭഗവാൻ ബലരാമനേക്കാൾ കൂടുതൽ പ്രിയങ്കരമാണ് അങ്ങേക്ക് അവിടുത്തെ നിർമ്മല ഭക്തന്മാരെന്നു പലതവണയും അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട ഭഗവാനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങേക്ക് അവിടുത്തെ പ്രഥമ പുത്രനായ ഭഗവാൻ ബ്രഹ്മാവിനേക്കാൾ കൂടുതൽ പ്രിയങ്കരമാണ് അങ്ങയുടെ നിർമ്മല ഭക്തന്മാർ. അവിടുത്തെ ദിവ്യവചനങ്ങൾ തെളിയിക്കാൻ വേണ്ടിയാണ് അങ്ങ് എൻ്റെ സ്ഥലം സന്ദർശിച്ചതെന്ന് എനിക്കുറപ്പാണ്. നിരന്തരം കൃഷ്ണാവബോധത്തിൽ നിരതരായിരിക്കുന്ന ഭക്തന്മാരോടുള്ള അങ്ങയുടെ അഹേതുകമായ കാരുണ്യത്തെക്കുറിച്ചറിഞ്ഞ ശേഷവും ആളുകൾക്ക് നിരീശ്വരരും അസുര മനോഭാവക്കാരും ആകാൻ സാധിക്കുന്നതെങ്ങനെയാണെന്നു എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അവിടുത്തെ പാദപത്മങ്ങളെ അവർക്കെങ്ങനെ മറക്കാനാകും? ഹരേ കൃഷ്ണ.